ഇത് അന്ന് നട്ട വഴുതനങ്ങയാണ്. അപ്പോൾ ഈ വഴുതനങ്ങയുടെ തൈ വാങ്ങിച്ചുകൊണ്ട് തന്നെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ നട്ടതേ നല്ല രീതിയിലായി വന്നതായിരുന്നു. പക്ഷെ ഇപ്പോൾ കണ്ടോ, ഒരു പുഴുക്കൾ വന്നിട്ട് ഇത് കംപ്ലീറ്റ് തിന്നു. ഇതിൻ്റെ അടിയിൽ കണ്ടോ കംപ്ലീറ്റ് പുഴുക്കളാണ്. കണ്ടോ, ഈ പുഴു വന്നിട്ട് ഇത് തിന്നു പോകണം കേട്ടോ. ഇതിൻ്റെ അടിയിൽ നോക്കിയോ, അടിപൊളി പുഴു. ഇപ്പുറത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ടാവും, എവിടെയും പോവില്ല. പുള്ളു കഴിക്കണമല്ലോ. നല്ല ഭംഗിയിൽ വരുമ്പോൾ അതിനൊക്കെ പുഴു തിന്നാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ പുഴുവിനെ ഇന്ന് അകറ്റാനുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു മാർഗം അത് നമുക്കിന്ന് ചെയ്യാം. ഫസ്റ്റ് തന്നെ ചെയ്യാൻ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ പുഴുവിനെ ഇവിടെ നിന്ന് മാറ്റൽ തന്നെയാണ് കേട്ടോ. അത് ആ പുഴുവിനെ അങ്ങനെ തന്നെ എടുക്കുകയാണ്. എല്ലാ പുഴുവിനെയും ഇവിടെ നിന്ന് എടുത്ത് കളയാം. അതെ, രണ്ടാമത്തെ പുഴു ഇതിൻ്റെ അടിയിലാണ് തോന്നുന്നത്. ഇത് ഉണ്ടായിരുന്നല്ലോ, തരാം. നമുക്ക് ഇങ്ങനെ തന്നെ പറിക്കാം. അതേ 3 എണ്ണത്തിനാണ് നമുക്ക് കിട്ടിയേക്കണം. 1 2 3 അങ്ങനെ 3 പുഴുക്കൾ. അതുപോലെ ഇതിലുള്ള കംപ്ലീറ്റ് പുഴുക്കളെയും ചെറുതിനെ കണ്ടോ, ചെറുതുണ്ട് ഇവിടെ. അപ്പോൾ ഇലപ്പാടി തന്നെ നമ്മൾ കട്ട് ചെയ്യാം കേട്ടോ. കട്ട് ചെയ്ത് കൊടുക്കുക. ആ പുഴു തിന്നല്ലേ, പിന്നെ അവിടെ നിർത്തേണ്ട ആവശ്യമില്ല. അതിലേക്ക് അങ്ങോട്ട് എടുത്ത് കളയാം. കംപ്ലീറ്റ് ഇലയും ഞാനിതേ പറിച്ച് മാറ്റിയിട്ടുണ്ട്. പുഴു തിന്നത് മാറ്റിയിട്ടുണ്ട്. ഇതുമ്മലേക്ക് അങ്ങോട്ട് വന്നിട്ടില്ല, അധികം വന്നിട്ടില്ല. 2 എണ്ണം കഴിച്ച് വന്നിട്ടുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് വേണമായിരിക്കും ഇതുമ്മലേക്ക് കയറാൻ. പക്ഷെ പറ്റിയിട്ടില്ല. അതെന്നാലും കൊള്ളില്ലാത്ത ഇലകളൊക്കെ ദേ ഞാൻ പറിച്ച് കളയാൻ കേട്ടോ. അങ്ങനെ കംപ്ലീറ്റ് പുഴു തിന്ന ഇലകളൊക്കെ ദേ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇല നമ്മൾക്ക് പുഴുവിനെ നമുക്ക് വേറെ എവിടെയെങ്കിലും ദൂരെ, ഇതിൻ്റെ ദൂരെ കൊണ്ട് കളയണം കേട്ടോ. അപ്പോൾ നമ്മൾ പറിച്ച ആ ഇല കംപ്ലീറ്റ് അവിടെ നിന്ന് മാറ്റി ദൂരെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് 1 ലിറ്റർ വെള്ളം നമ്മൾ എടുക്കുകയാണ്. 1 ലിറ്റർ വെള്ളത്തിൽ നമുക്ക് ഈ പുഴുവിനൊക്കെ കളയാൻ വേണ്ടിയിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ നമ്മുടെ പാത്രം കഴുകുന്ന ലിക്വിഡില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് 1 ടീസ്പൂൺ തന്നെ ലിക്വിഡ്, പാത്രം കഴുകുന്ന ലിക്വിഡും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുപ്പി ഒന്ന് നന്നായിട്ട് കുലുക്കിയിട്ട് നമ്മുടെ വഴുതനങ്ങയിലും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്യാം. അപ്പോൾ പുഴുക്കളെ നമുക്ക് അകറ്റാനുള്ള ഏറ്റവും വലിയൊരു മാർഗ്ഗമാണ് കേട്ടോ ഇത്. ഇനി ഇതിലേക്ക് നന്നായിട്ട് ഇലകൾക്കൊക്കെ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലാ ഇലയിലും അതിൻ്റെ തണ്ടിലും ഒക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമ്മുടെ പുഴു പിന്നെ വരില്ല. കറക്റ്റായിട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ വാഷിംഗ് ലിക്വിഡും വേണം കേട്ടോ ഉപയോഗിക്കാൻ.